നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 51 വെട്ട് വ്യാപാരികളുടെ ശൈലിയും സംസ്കാരവുമല്ലെന്ന് KVVES സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ബാബു കോട്ടയിലിന്റെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചു. കുളപ്പുഴയിൽ കയറ്റിറക്കുമായി ബന്ധപ്പെട്ട കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ ഇടപെടണം. 22-ന് ആഹ്വാനം ചെയ്ത വ്യാപാരികളുടെ പണിമുടക്ക് പാലക്കാട് ജില്ലയിൽ പൂർണ്ണമായിരിക്കുമെന്നും സംസ്ഥാന തലത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും രാജു അപ്സര. കുളപ്പുഴയിൽ ഏകോപന സമിതി സംസ്ഥാന നേതൃയോഗം. അതിരപ്പിള്ളിയിൽ വീണ്ടും മനുഷ്യജീവനെടുത്ത് കാട്ടാനക്കലി. കാട്ടാനാക്രമണത്തിൽ സ്ത്രീ ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. പ്രദേശത്ത് കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ചത് കഴിഞ്ഞ ദിവസം. വന്യജീവി ആക്രമണം തടയാൻ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് അതിരപ്പിള്ളിയിൽ ബുധനാഴ്ച ജനകീയ സമിതി ഹർത്താൽ. അയ്യന്തോൾ പോസ്റ്റ് ഓഫീസിൽ കവർച്ച, 3 ലക്ഷം രൂപ കവർന്നു. വാളയാറിൽ വാഹന പരിശോധനയ്ക്കിടെ 22 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികൾ എക്സൈസിന്റെ പിടിയിൽ. വടക്കാഞ്ചേരി കുമരനെല്ലൂരിൽ മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളുമായി വീട് ആക്രമിക്കാൻ ശ്രമിച്ച 4-അംഗ സംഘം അറസ്റ്റിൽ. കോട്ടായി വലിയമ്മക്കാവിൽ വിഷുവേലയ്ക്കിടെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമം, 15 പേർക്കെതിരെ കേസെടുത്തു. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ വാഹനാപകടത്തിൽ 2 മരണം. എലപ്പുള്ളിയിൽ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. ചാലക്കുടിയിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികനായ വയോധികന് ദാരുണാന്ത്യം. വാണിയംകുളം പാതിപ്പാറയിൽ നിയന്ത്രണം വിട്ട കാർ പാതയോരത്ത് തണ്ണിമത്തൻ കട ഇടിച്ചു തകർത്തു. 2 പേർക്ക് പരിക്ക്. ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങളുടെയും അനീതിയുടെയും കാര്യത്തിൽ ഉത്തരേന്ത്യയിലെയും കേരളത്തിലെയും സ്ഥിതി വ്യത്യസ്തമല്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ്. ക്രൈസ്തവരെ ദ്രോഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ വലിയ വില നൽകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. ഒല്ലൂരിൽ ക്രൈസ്തവ കോൺഗ്രസിന്റെ മുട്ടുകുത്തി പ്രതിഷേധം. മലമ്പുഴ സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് പദ്ധതിക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകരും കർഷകരും. ഡാമിനോട് ചേർന്ന 13 ഹെക്ടർ സ്ഥലത്ത് നടപ്പാക്കുന്ന പദ്ധതി കുടിവെള്ളം മലിനമാകാൻ കാരണമാകും. പദ്ധതി രഹസ്യമാക്കി വയ്ക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും ആക്ഷേപം. വാർത്തകൾ വിശദമായി. 51 വെട്ട് വ്യാപാരികളുടെ സംസ്കാരവും ശൈലിയുമല്ലെന്ന് KVVES സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. കുളപ്പുഴയിൽ ബാബു കോട്ടയിൽ പ്രസംഗത്തിനിടെ നടത്തിയ ചില പരാമർശങ്ങൾ മാത്രം അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്തതാണെന്നും രാജു അപ്സര പറഞ്ഞു. കുളപ്പുഴ ഗസീബോയിൽ ഏകോപന സമിതി സംസ്ഥാന ജില്ലാ ഭാരവാഹികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുളപ്പുഴയിൽ കയറ്റിറക്കുമായി ബന്ധപ്പെട്ട കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കുളപ്പുഴയിലെ CITU ചുമട്ടുതൊഴിലാളി യൂണിയന്റെ സമരത്തിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനതല പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണെന്ന് അപ്സര രാജു പറഞ്ഞു. കുളപ്പുഴയിലെ കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ ഇടപെടണം. 51 വെട്ട് വ്യാപാരികളുടെ സംസ്കാരമല്ല. ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലെ ചില വാക്കുകൾ അടർത്തിയെടുത്ത് വിവാദമുണ്ടാക്കാനാണ് ശ്രമം നടന്നതെന്നും രാജു അപ്സര ചൂണ്ടിക്കാട്ടി. നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ നമ്മുടെ ദേഹത്ത് കുത്തുക, നമ്മൾ ഉപദ്രവിക്കുക, അതൊക്കെ നമുക്ക് അടികൊള്ളുന്നതിനേക്കാൾ മാനസിക പ്രയാസമാണ്. പക്ഷേ 58 വെട്ടി കൊല്ലുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശ്രീ ജയപ്രകാശിനെ ഉപദ്രവിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവർക്ക്. അപ്പൊ അതുകൊണ്ട് ശ്രീ ബാബു കോട്ടയിൽ സൂചിപ്പിച്ചതിന്റെ അർത്ഥം നമ്മുടെ ജീവൻ അപകടത്തിലാകുന്ന തരത്തിൽ ഒരാൾ പ്രവർത്തിച്ചാൽ അവരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി വരും. അതുകൊണ്ട് ആ പ്രസംഗം മുഴുവൻ കേൾക്കണം. ഞങ്ങൾ എന്തായാലും ഇന്ന് വരെ ആദ്യം കൈവെട്ടി കളഞ്ഞിട്ടുള്ളവരല്ല. ഇന്ന് വരെ ഏകോപന സമിതി ആദ്യം കൈവെട്ടിയിട്ടില്ല. പക്ഷേ അത്തരത്തിലേക്ക് നാം കടന്നു പോകേണ്ട അവസ്ഥ ഉണ്ടായാൽ അതിനെക്കുറിച്ചുകൂടി ചിന്തിക്കുന്നതാണ് അദ്ദേഹം. 22-ന് ആഹ്വാനം ചെയ്ത വ്യാപാരി ഹർത്താലിൽ പാലക്കാട് ജില്ലയിലെ മുഴുവൻ വ്യാപാരികളും പങ്കെടുക്കുമെന്നും ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. വ്യാപാരി പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അന്നേ ദിവസം കേരളത്തിലെ എല്ലാ ഏകോപന സമിതി യൂണിറ്റ് കേന്ദ്രങ്ങളിലും ചുമട്ടുതൊഴിലാളികളുടെ കടന്നുകയറ്റത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തും. ചുമട്ടുതൊഴിലാളി യൂണിയന്റെ സമരം കാരണം അടഞ്ഞുകിടക്കുന്ന കുളപ്പുഴയിലെ പ്രകാശ് സ്റ്റീൽസ് എന്ന സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ നടപടിയുണ്ടാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 30 ദിവസമായി കുളപ്പുഴയിലെ ജയപ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം ചുമട്ടുതൊഴിലാളി യൂണിയന്റെ കുടിൽകെട്ടി സമരത്തെ തുടർന്ന് അടഞ്ഞുകിടക്കുകയാണ്. കോടതി വിധി അംഗീകരിക്കില്ല എന്ന് തൊഴിലാളി യൂണിയൻ പറയുന്നത്
ജനാധിപത്യ രാജ്യത്ത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതിയുടെ അനുമതിയുണ്ടായിട്ടും വ്യാപാര സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എവിടെയാണ് വ്യാപാരികൾക്ക് സുരക്ഷയുള്ളതെന്ന് യോഗം ആശങ്ക പ്രകടിപ്പിച്ചു. യന്ത്രം ഉപയോഗിച്ച് കയറ്റിറക്ക് നടത്താനുള്ള ഹൈക്കോടതി വിധിയിൽ യന്ത്രത്തെ സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടതും അതിനെതിരെ കോടതിയിൽ വിധി സമ്പാദിക്കുന്നതിനും പകരം വ്യാപാര സ്ഥാപനത്തിന് നേരെ ഉപരോധം ഏർപ്പെടുത്തി കുടിൽകെട്ടി സമരം നടത്തുന്ന ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നടപടി പ്രതിഷേധാർഹമാണ്. ആരുടെയും സമരങ്ങൾക്ക് ഏകോപന സമിതി എതിരല്ല. എന്നാൽ കോടതി വിധി തങ്ങൾക്ക് അനുകൂലമല്ല എന്ന കാരണത്താൽ കയ്യൂക്കുകൊണ്ടും അക്രമം കൊണ്ടും വ്യാപാരികളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന നടപടി അത്യന്തം പ്രതിഷേധാർഹമാണ്. സംഘടിതമായ യൂണിയന്റെ കയ്യൂക്കുകൊണ്ട് വ്യാപാര സ്ഥാപനത്തിന് അനുകൂലമായ കോടതി വിധി നടപ്പാക്കുന്നതിനെതിരെ കുളപ്പുള്ളിയിൽ തൊഴിലാളി യൂണിയൻ നടത്തുന്ന കോടതിയലക്ഷ്യ നടപടിക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്കൊരുങ്ങുകയാണെന്നും യോഗം വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്കും തൊഴിൽ വകുപ്പ് മന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും ഈ വിഷയം സംബന്ധിച്ച് പരാതി നൽകാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി, സീനിയർ വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ്, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, ജില്ലാ ഭാരവാഹികളായ കെ എ ഹമീദ്, കെ കെ ഹരിദാസ്, എ എം അൻസാരി, ടി പി ഷക്കീർ, മുസ്തഫ മുളയങ്കാവ്, രമേശ് ബേബി, ബാസിദ് മുസ്ലിം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അതിരപ്പള്ളിയിൽ വീണ്ടും മനുഷ്യജീവനെടുത്ത് കാട്ടാനക്കലി. കാട്ടാനാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സംഘം പാറപ്പുറത്ത് കുടിൽ കെട്ടി താമസിക്കുന്നതിനിടെയായിരുന്നു കാട്ടാനക്കൂട്ടത്തിൻ്റെ ആക്രമണം. പ്രദേശത്തെ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതി ബുധനാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സംഘം താൽക്കാലികമായി കുടിലൊരുക്കിയത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപം വഞ്ചിക്കടവിലെ പാറപ്പുറത്താണ്. വന്യജീവികൾ വരാതിരിക്കുന്നതിന് കുടിലിനു മുന്നിൽ വിറകു കൂട്ടിയിട്ട് തീയിട്ടു. എന്നാൽ കനത്ത മഴയിൽ തീ കെട്ടതോടെ കാട്ടാനക്കൂട്ടം ഇവരുടെ കുടിലിനരികിലെത്തി ആക്രമണം നടത്തുകയായിരുന്നു. ആനയെ കണ്ടതോടെ 4 പേരും 4 ദിക്കിലേക്ക് ഓടി. ഇതിനിടയിൽ സതീഷിനെ ആന തുമ്പിക്കൈകൊണ്ട് എടുത്തെറിയുകയായിരുന്നു. രക്ഷപ്പെട്ട ചാലക്കുടി പുഴ നീന്തിക്കടന്ന രമയും ഒപ്പമുണ്ടായിരുന്ന രവിയും രാത്രി മുഴുവൻ കാട്ടിൽ കഴിഞ്ഞുകൂടി. രാവിലെ തിരികെ എത്തിയപ്പോഴാണ് പാറപ്പുറത്ത് മരിച്ചു കിടക്കുന്ന സതീശിനെ കണ്ടത്. പിന്നാലെ ചാലക്കുടി പുഴയോരത്ത് അംബികയുടെ മൃതദേഹവും കണ്ടെത്തി. അതിരപ്പള്ളി അടിച്ചിൽ തൊട്ടിയിൽ കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ 20 വയസ്സുള്ള സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടിരുന്നു. 3 മരണങ്ങൾ മേഖലയിൽ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ റൂറൽ SP DYSP തല അന്വേഷണത്തിന് നിർദ്ദേശിച്ചു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അതേസമയം പ്രദേശത്തെ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മലമ്പുഴ ഡാമിനോട് ചേർന്ന് 13 ഹെക്ടറിൽ നടപ്പാക്കുന്ന സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് പദ്ധതി കുടിവെള്ളം മലിനമാകാൻ കാരണമാകുമെന്ന് പരാതി. പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്ന പദ്ധതിക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകരും കർഷകരും രംഗത്തെത്തി. കേരളത്തിൻ്റെ വൃന്ദാവനമായ മലമ്പുഴയെ മാലിന്യപ്പറമ്പാക്കി മാറ്റാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്ന് വാർത്താസമ്മേളനത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ ബോബൻ മാട്ടുമന്ത, കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് G ശിവരാജൻ എന്നിവർ ആരോപിച്ചു. പദ്ധതിക്ക് പിന്നിൽ നടക്കുന്നത് ലോകബാങ്കിൻ്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെയും കോടികൾ തട്ടിയെടുക്കാനുള്ള നീക്കമാണ്. മലമ്പുഴ ഡാമിനോട് ചേർന്ന് നടപ്പാക്കുന്ന സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് പദ്ധതി സംബന്ധിച്ച നടപടിക്രമങ്ങൾ സർക്കാരും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും രഹസ്യമാക്കി വെക്കുകയാണ്. പദ്ധതിക്കായി സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ഏറ്റെടുക്കാനുള്ള സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമാണ്. വികസന സമിതി യോഗങ്ങളിൽ പോലും വ്യക്തമായ ഉത്തരം നൽകാൻ തയ്യാറാകാത്തത് പദ്ധതി സംബന്ധിച്ച നിഗൂഢതയുള്ളതുകൊണ്ടാണ്. കേരളം പോലെ ചെറിയ ഭൂപ്രദേശത്തിന്, പ്രത്യേകിച്ച് ജനസാന്ദ്രതയുള്ള പ്രദേശത്തിന് അനുയോജ്യമല്ലാത്ത പദ്ധതിക്കായി പാരിസ്ഥിതിക ആഘാത പഠനമോ സാമൂഹിക ആഘാത പഠനമോ നടത്തിയിട്ടില്ല. അഴുകുന്ന മാലിന്യത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന ദ്രാവകമായ ലീച്ചേറ്റ് ലാൻഡ് ഫില്ലിങ്ങിൻ്റെ സംരക്ഷണ പാളിയിൽ നിന്ന് പുറത്തേക്കൊഴുകിയാൽ ഭൂഗർഭജലവും ഡാമിലെ ജലവും മലിനപ്പെടും. നദികളിലൂടെ ഒഴുകി കിണർ ഉൾപ്പെടെ പ്രാദേശിക ജലസംഭരണികളിൽ മാലിന്യമെത്താൻ സാധ്യത കൂടുതലാണ്. മാലിന്യം സംസ്കരിക്കുമ്പോൾ മീഥേൻ വാതകം, ഹരിതഗൃഹവാതകം, മറ്റ് അസ്ഥിര ജൈവ സംയുക്തങ്ങൾ എന്നിവ പുറത്തുവിടും. ഇത് വായുമലിനീകരണത്തിനും ദുർഗന്ധത്തിനും കാരണമാകും. മലമ്പുഴ എന്ന ഉദ്യാന നഗരം മാലിന്യ നീക്കത്തിൻ്റെ ഇടവഴിയാക്കി മാറ്റാനുള്ള പദ്ധതിക്കായി സർക്കാർ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രഹസ്യമായാണ് നീക്കങ്ങൾ നടക്കുന്നതെന്നും ഇരുവരും കുറ്റപ്പെടുത്തി.
അത് ഈ ഓർഡർ ഇതിനു മുമ്പ് നമ്മുടെ ബോബനൊക്കെ ഇതിനെക്കുറിച്ച് ബന്ധപ്പെട്ട ഏജൻസികളുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഇങ്ങനൊരു പദ്ധതി തുടങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു രേഖയും ഞങ്ങളുടെ കൈവശമില്ല എന്ന് കളക്ടർ ഉൾപ്പെടെ RDO ഉൾപ്പെടെ തന്ന അതിൻ്റെ മറുപടിയും കയ്യിലുണ്ട്. ഇപ്പോൾ അത് വളരെ ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ഈ വിവരാവകാശം പോലുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും ഗോപ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? സതുദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആളുകളുമായിട്ട് ചർച്ച ചെയ്യുകയും ഇനി ഭാവിയിൽ അത് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുന്നതിൽ ആരും എതിരല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുകയാണ്. കാരണം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം വളരെ രഹസ്യമായിട്ടാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ആദ്യത്തെ ഒരു രേഖയാണിത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പുതുശ്ശേരി പഞ്ചായത്തിന്റെ ഒരു വിവരാവകാശ രേഖയുണ്ട്. പഞ്ചായത്തിന് ഇത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. എന്നാൽ കലക്ടറേറ്റിൽ നിന്ന് ഇത് സംബന്ധിച്ച് 2023 തന്നെ കത്ത് പോയിട്ടുണ്ട്, അതിന്റെ രേഖയുമുണ്ട്. എന്നാൽ പിന്നീട് നമ്മൾ താലൂക്ക് സഭയിൽ ഈ വിഷയം ഉന്നയിച്ച് കലക്ടറുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. അടുത്ത താലൂക്ക് സമിതി യോഗത്തിൽ അന്ന് MLA പ്രഭാകരനും കൂടെ പങ്കെടുത്തൊരു യോഗമായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു പദ്ധതിയില്ല, ഞാൻ അറിയാതെ എൻ്റെ മണ്ഡലത്തിൽ എന്ത് പദ്ധതിയാണെന്ന്. അന്നത്തെ അധ്യക്ഷയായിരുന്ന RDO അമൃതവല്ലി പറഞ്ഞത് പരാതിക്കാരൻ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കരുത്, പകരം നിങ്ങൾ രേഖകൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണം അടുത്ത യോഗത്തിൽ. അതും രേഖയുണ്ട്, അതും താലൂക്ക് സമിതിയുടെ മിനിറ്റ്സ് ആക്കിയതാണ്. അപ്പൊ ഇതിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ജില്ലാ ഭരണകൂടം ഈ വിവരങ്ങൾ, കാരണം 23 കറസ്പോണ്ടൻസ് കത്ത് പോയിട്ടും ആ വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചു. കൺസെന്റ് പഞ്ചായത്തിന് ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും അവരുടെയും ഇല്ല. അതിന്റെയും കൃത്യമായിട്ടുള്ള രേഖയാണ് ഇപ്പോൾ ഉള്ളത്. താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിഷയം സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന് ലഭ്യമായ വിവരം പരസ്യപ്പെടുത്തണമെന്ന ആവശ്യമുന്നയിച്ചെങ്കിലും ജില്ലാ ഭരണകൂടം പ്രതികരിച്ചിട്ടില്ല. മലമ്പുഴ MLA തുടർ വികസന സമിതി യോഗത്തിലും വ്യക്തമായ മറുപടി നൽകിയില്ല. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് പോലും വ്യക്തമായ ഉത്തരം ലഭിക്കുന്നില്ല. മാലിന്യ നിർമ്മാർജ്ജനത്തിലെ അവ്യക്തതയും രഹസ്യവും പദ്ധതി തന്നെ മലീമസമായതുകൊണ്ടാണ്. പദ്ധതി രഹസ്യമാക്കി വെച്ചതും പദ്ധതി പ്രദേശം സംബന്ധിച്ചും വികസന സമിതിയിൽ വിഷയം ഉന്നയിച്ചതും സംബന്ധിച്ച രേഖകൾ ഇരുവരും വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ അയ്യന്തോൾ പോസ്റ്റ് ഓഫീസിൽ മോഷണം. 3 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 2 ദിവസമായി പോസ്റ്റ് ഓഫീസ് അവധിയായിരുന്നു. ചൊവ്വാഴ്ച പോസ്റ്റ് ഓഫീസ് തുറക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പ്രധാന വാതിലിൻ്റെ മുകൾ ഭാഗം എടുത്തുമാറ്റിയാണ് മോഷ്ടാക്കൾ പോസ്റ്റ് ഓഫീസിനുള്ളിൽ കടന്നിട്ടുള്ളത്. നഷ്ടപ്പെട്ട പണം സംബന്ധിച്ച് സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. 3 ലക്ഷത്തോളം രൂപ ഓഫീസിലുണ്ടായിരുന്നു. പണം മുഴുവൻ നഷ്ടമായിട്ടുണ്ടോ, മറ്റ് വസ്തുക്കൾ വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. സംഭവത്തിൽ തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാളയാറിൽ വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികൾ എക്സൈസിൻ്റെ പിടിയിൽ. 22 കിലോഗ്രാം ഉണക്ക കഞ്ചാവാണ് KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാക്കളിൽ നിന്ന് പിടിച്ചെടുത്തത്. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് KSRTC ബസ്സിലെ യാത്രികരായ ഒഡീഷ സ്വദേശികളിൽ നിന്ന് 22 കിലോ കഞ്ചാവ് പിടികൂടിയത്. സംഭവത്തിൽ ഒഡീഷ കന്തമൽ സൗത്തികിയ അലിമാലി ദേശത്ത് 26 വയസ്സുള്ള ആനന്ദ് മാലിക്, ഒഡീഷ കന്തമൽ നൌസാഹി ബുദ്രുകിയ ദേശത്ത് കേദാർ മാലിക് 27 വയസ്സ് എന്നിവരെ എക്സൈസ് പിടികൂടി. പ്രതികളെ അറസ്റ്റ് ചെയ്ത് രേഖകൾ തയ്യാറാക്കി പാലക്കാട് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി. എക്സൈസ് ഇൻസ്പെക്ടർ മുരുകദാസ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് G പ്രഭ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് KP രാജേഷ്, സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഇന്നേ ദിവസം വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ ഒഡീഷ സ്വദേശികളായ ആനന്ദ് മാലിക്, കേദാർ മാലിക് എന്നീ 2 വ്യക്തികളിൽ നിന്നും 22.18 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയിട്ടുള്ളതാണ്. DMR ഒഡീഷയിൽ നിന്നും എറണാകുളത്ത് വിൽപ്പനക്കായി കൊണ്ടുപോകുന്ന സമയത്താണ് പിടികൂടിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി കുമരനെല്ലൂരിൽ വീട് ആക്രമിക്കാൻ ശ്രമിച്ച 4 പേർ പോലീസിൻ്റെ പിടിയിൽ. വിഷ്ണു, ശ്രീജിത്ത്, അലക്സ്, ശിവശങ്കർ എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ കയ്യിൽ സ്ഫോടക വസ്തുക്കളും വാളുകളും ബാറ്റുകളും ഉണ്ടായിരുന്നു. പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് വീട് ആക്രമിക്കാൻ ശ്രമിച്ച 4 പേരെ പിടികൂടിയത്. ശ്രീജിത്തും ആ വീട്ടിലുള്ളവരുമായി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു.
കുറച്ചു ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ശ്രീജിത്തിന്റെ വണ്ടിയിലെ ചില്ല് ആരോ തകർത്തു. ഇതിന് പകരം വീട്ടാൻ സ്ഫോടക വസ്തുക്കളുമായി ഇവർ വീണ്ടും വന്നപ്പോഴാണ് പോലീസ് പിടികൂടിയത്. പോലീസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. നിയമവിരുദ്ധമായി ആയുധം കൈവശം വെച്ചതിനും സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചതിനും കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. മാരകായുധങ്ങളുമായി ഒരു സംഘം യുവാക്കൾ വീട് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവം പ്രദേശവാസികളിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. എലപ്പുള്ളിയിൽ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. മായംകുളം സ്വദേശി അബ്ബാസാണ് മരിച്ചത്. വള്ളയക്കുളത്ത് വച്ചായിരുന്നു അപകടം. പാലക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ പൊള്ളാച്ചിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ചാലക്കുടിയിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. കൂടപ്പുഴ സ്വദേശി 71 വയസ്സുള്ള ചാപ്പക്കൻ ജോണിയാണ് മരിച്ചത്. ചാക്കപ്പൻ ജോണിയുടെ സൈക്കിളിൽ ഇന്നോവ കാർ ഇടിച്ചായിരുന്നു അപകടം. ഇന്നലെ രാത്രി 8:30യോടെയാണ് അപകടമുണ്ടായത്. അപകടശേഷം കാർ നിർത്താതെ പോയി. 71 വയസ്സുള്ള ചാക്കപ്പൻ ജോണി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. സമീപത്തെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണയംകുളം പാതിപ്പാറയിൽ നിയന്ത്രണം വിട്ട കാർ പാതയോരത്തെ തണ്ണിമത്തൻ കട ഇടിച്ചു തകർത്തു. കാറിലുണ്ടായിരുന്ന 2 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഒറ്റപ്പാലം സ്വദേശി 40 വയസ്സുള്ള മാലിനി, മകൾ 8 വയസ്സുള്ള ദിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 6:30യോടെ വാണിയംകുളം പാതിപ്പാറ പെട്രോൾ പമ്പിന് സമീപമാണ് അപകടം. ഡോക്ടർ വിജിത്തും കുടുംബവും കുളപ്പുള്ളി ഭാഗത്തു നിന്ന് വരികയായിരുന്നു. വരുന്ന വഴി കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് തണ്ണിമത്തൻ വിൽക്കുന്ന കടയിലേക്ക് ഇരച്ചു കയറുകയാണുണ്ടായത്. സാരമായി പരിക്കേറ്റ 2 പേരെ കണ്ണയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർ വിജിത്തിന് നിസ്സാര പരിക്കേറ്റു. കട തുറന്ന സമയമല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കടയിലുണ്ടായിരുന്ന തണ്ണിമത്തൻ നശിച്ചു. കഴിഞ്ഞ ദിവസമാണ് പുതിയ കാർ ഷോറൂമിൽ നിന്ന് പുറത്തിറക്കിയത്. 4 രജിസ്ട്രേഷൻ വാഹനമാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി ചെറുകുളം വലിയമ്മക്കാവ് വിഷുവേലയ്ക്കിടെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമം. സംഭവത്തിൽ 15 പേർക്കെതിരെ കോട്ടായി പോലീസ് കേസെടുത്തു. ചൊവ്വാഴ്ചയാണ് കോട്ടായി വലിയമ്മക്കാവിൽ വിഷുവേല ആഘോഷിച്ചത്. വിഷുവേലയ്ക്കിടെ പോലീസിനെ ആക്രമിക്കാൻ 15ഓളം പേർ ശ്രമിച്ചെന്നാണ് ആക്ഷേപം. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു. ദേശവേലകൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിയതോടെ 2 ദേശവേല കമ്മിറ്റിക്കാർ തമ്മിൽ തർക്കമായി. തർക്കം മൂത്ത് കയ്യാങ്കളിയിലെത്തിയതിനെ തുടർന്ന് ഇത് തടയാൻ ചെന്ന കോട്ടായി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ തള്ളുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിനും അക്രമത്തിനും വടക്കുമുറി വേല കമ്മിറ്റിയിൽപ്പെട്ട 15 പേർക്കെതിരെയാണ് കോട്ടായി പോലീസ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ഞാങ്ങാട്ടിരിയിൽ വനിതാ വായനോത്സവം സംഘടിപ്പിച്ചു. എഴുത്തുകാരി NP സന്ധ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഞാങ്ങാട്ടിരി AUP സ്കൂളിൽ വെച്ച് വനിതാ വായനോത്സവം സംഘടിപ്പിച്ചത്. ആശാന്റെ ചിന്താവിഷ്ടയായ സീത എന്ന കൃതിയെ അധികരിച്ചു നടത്തിയ ഉദ്ഘാടന പ്രഭാഷണ വേദിയിൽ എഴുത്തുകാരി NP സന്ധ്യ സംസാരിച്ചു. സീതയെ ലങ്കയിൽ നിന്ന് വീണ്ടെടുത്ത ഉടനെ ശ്രീരാമൻ ഉണ്ടായില്ലേ? ഉണ്ടായതുകൊണ്ടാണ് സീതയെ അഗ്നിപ്രവേശം ചെയ്യിച്ച് സീത വിശുദ്ധയാണ് എന്ന് ലോകത്തിനു മുമ്പിൽ കാണിച്ച്, ലോകത്തിനു മുമ്പിലല്ല സത്യത്തിൽ ശ്രീരാമൻ കാണിക്കുന്നത്. രാമൻ സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് സീതയെ അഗ്നിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അവിടം തൊട്ട് രാമന് ഉള്ളിൽ സീതയെക്കുറിച്ച് ശങ്ക വന്നു എന്നാണ്. ഒരിക്കൽ മനസ്സിൽ വീണ ശങ്ക ഒരിക്കലും പോവുകയില്ല എന്ന് സീത ആലോചിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ശ്ലോകത്തിൽ സീത പറയാണ്. ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രതിനിധി രാമൻകുട്ടി അധ്യക്ഷനായി. സത്യൻ മാസ്റ്റർ, ശിവശങ്കരൻ മാസ്റ്റർ, സുധ ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുസ്തകങ്ങളുടെ ചർച്ചയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വെള്ളിയാങ്കല് മംഗലത്തെ കടയുടെ പൂട്ട് തകർത്ത് മോഷണം. ചൊവ്വാഴ്ച രാവിലെ കടയുടമ കട തുറക്കാനെത്തിയപ്പോഴാണ് പൂട്ട് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. അതേസമയം കാര്യമായി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് വിവരം. തൃത്താല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത പയർ കൃഷിയിൽ വിജയം കൊയ്യുകയാണ് കർഷകർ. തിരുമിറ്റക്കോട് വട്ടോളിയിലെ കർഷകരായ നാരായണനും മകൻ ശ്രീകാന്തുമാണ് പയർ കൃഷിയിൽ വിപ്ലവം സൃഷ്ടിക്കുന്നത്. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പയർ ഇനമാണ് ഇവർ കൃഷിയിറക്കിയത്.
പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത പയർ കൃഷിയിൽ വിജയം കൊയ്യുകയാണ് തൃത്താല മണ്ഡലത്തിലെ തിരുമറ്റക്കോട് വട്ടോളിയിലെ കർഷകരായ നാരായണനും മകൻ ശ്രീകാന്തും. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പയറിനമാണ് ഇവർ കൃഷിയിറക്കിയത്. നട്ടുകഴിഞ്ഞാൽ 40-ാം ദിവസം വിളവ് തുടങ്ങും. 65 ദിവസത്തോളം വിളവെടുക്കാവുന്ന അപൂർവ വിത്തിനമാണിത്. നട്ട് 35-ാം ദിവസം മുതൽ 55 ദിവസം വരെ വിളവ് തരുന്ന ശ്രീനന്ദ എന്നീ പയർ വർഗ്ഗങ്ങളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കി വിളവിൽ വിജയം കൊയ്യുന്നത്. തിരുമറ്റക്കോട് വട്ടോളി സ്വദേശി മംഗലംകോട്ടിൽ നാരായണനും മകൻ ശ്രീകാന്തും ചേർന്നാണ് തങ്ങളുടെ പാടശേഖരത്തിൽ തന്നെ പയർ കൃഷിയിൽ വിപ്ലവം സൃഷ്ടിക്കുന്നത്. ആ ഒരു വിത്ത് ഞാൻ എൻ്റെ കൃഷി സ്ഥലത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കി. നല്ല ടേസ്റ്റുള്ള പയർ, നല്ല ഗുണമുള്ളത്, അത്യുൽപാദന ശേഷിയുള്ള പയർ. അത് ആ വിത്ത് എല്ലാവരും കൊണ്ടുപോയി കൃഷി ഉണ്ടാക്കണം. രണ്ടാമതായി പറയാനുള്ളത് ശ്രീനന്ദ. അതും വളരെ ഉൽപാദനശേഷിയുള്ളതും നല്ല ടേസ്റ്റുള്ളതും കാണാൻ നല്ല ഭംഗിയുള്ളതും അത് ആയുള്ള ശ്രീനന്ദ പയർ വിത്ത്. എല്ലാവരും ഈ നല്ല പയർ കൃഷി എല്ലാ കർഷകരും വീട്ടുകാരും ഇത് എല്ലാം ഉള്ള സ്ഥലത്തൊക്കെ ചെയ്ത് നന്നാക്കി ഉണ്ടാക്കണം. പറന്നു പന്തലിക്കാതെ ചെടി രൂപത്തിലുള്ള പയറിനം കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടുതൽ വിളവ് നൽകുന്നു എന്നതും പ്രത്യേകതയാണ്. നല്ല വരുമാന മാർഗവും നൽകുന്നതായി കർഷകനായ ശ്രീകാന്ത് പറയുന്നു. ആദ്യം അപൂർവ പറഞ്ഞ വിത്താണ് സാറ് നമുക്ക് തന്നത്. അതിന് അത്യുൽപാദന ശേഷിയുള്ള പയറാണ് നമുക്ക് ഉണ്ടായത്. ചെറിയ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് 40 കിലോ ഒന്നരാടം നമ്മൾ പൊട്ടിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്, നന്നായി ഉണ്ടാവും. ഒരുപാട് വള്ളിയും കാര്യങ്ങളൊന്നുമില്ല, ഒരേ ലെവലിൽ നിന്ന് നമുക്ക് പൊട്ടിക്കാനും വളരെ സുഖമാണ്. അപ്പോൾ എത്ര ചെറിയ സ്ഥലത്താണെങ്കിലും ആൾക്കാർക്ക് കൃഷി ചെയ്തിട്ട് നല്ല ഉൽപാദനം കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ശ്രീനന്ദ പയർ അതേപോലെ അപൂർവ പയർ എന്നുള്ള വിത്ത് കൃഷി ചെയ്യുക. അപ്പോൾ നല്ല ലാഭം ഉണ്ടാവും. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ SM പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത പയർ വിത്തുകളാണ് അപൂർവയും ശ്രീനന്ദയും. പുതിയ ഇനങ്ങൾ രണ്ടാം വിളയായി കൃഷി ചെയ്യാനാണ് ഉത്തമം. 3 തവണ വലിയ വിളവ് ലഭിക്കുമെന്നും SM പുരുഷോത്തമനും പറയുന്നു. പയറിന് പുറമെ വെണ്ടയും ചീരയും മുളകുമൊക്കെയായി വിവിധ ഇനങ്ങളും നല്ല രീതിയിൽ ഇവരുടെ കൃഷിയിടത്തിൽ വിളയുന്നുണ്ട്. വിപണികളിൽ വിൽപ്പന നടത്തുന്നതോടൊപ്പം പ്രാദേശികമായും നാരായണൻ്റെയും ശ്രീകാന്തിൻ്റെയും പച്ചക്കറികൾക്ക് ആവശ്യക്കാർ ഇപ്പോൾ ഏറെയാണ്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. അവധിക്കാലം അർത്ഥപൂർണമാക്കി തൃശ്ശൂരിലെ കുട്ടിക്കൂട്ടം. ഓൺലൈനിൽ ഒതുങ്ങാതെ ചക്ക വറുക്കുകയാണ് ഈ കുട്ടികൾ. പുത്തൂരിലാണ് വേറിട്ട പരിപാടിയുമായി കുരുന്നുകൾ ഒത്തുകൂടുന്നത്. പൊതുപ്രവർത്തകനായ ജോർജ് കാക്കശ്ശേരിയുടെ നേതൃത്വത്തിലാണ് കുട്ടികളെ ഉൾപ്പെടുത്തി പഴമയുടെ ഓർമ്മ പുതുക്കി ചക്കവറുക്കൽ നടത്തുന്നത്. ഇന്നത്തെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി ഉപയോഗത്തിൽ നിന്നും പുതുതലമുറയെ പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ ഉദ്യമത്തിനുണ്ട്. ലഹരി ഉപയോഗത്തിനെതിരെ നിരവധി സ്ഥലങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാറുണ്ടെങ്കിലും ഇത്തരമൊരു വേറിട്ട പരിപാടി തികച്ചും വ്യത്യസ്തമാവുകയാണ്. കുട്ടികളെ ഒഴിവു സമയങ്ങളിൽ ഇത്തരം ജോലികളെ ഏൽപ്പിച്ചാൽ അവർ മറ്റ് കൂട്ടുകെട്ടുകളിൽ പെടുന്നത് ഒഴിവാക്കാൻ കഴിയുമെന്നും അതിനാലാണ് ധാരാളം ചക്ക ലഭിക്കുന്ന മലയോര ഗ്രാമമായ ചെമ്പംകണ്ടത്തെ കുട്ടികളെ ഉൾപ്പെടുത്തി ഇത്തരം ക്രിയാത്മക പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ചതെന്നും ജോർജ് കാക്കശ്ശേരി പറഞ്ഞു. രാവിലെ എത്തുന്ന കുട്ടികൾ ചക്ക ഇടുന്നതിനും വെട്ടി അരിയുന്നതിനും വറുത്തു കോരുന്നതിനും വൃത്തിയായി പാക്ക് ചെയ്യുന്നതിനും ഒപ്പം കൂടാറുണ്ട്. നാട്ടിലെ മില്ലുകളിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയിൽ വറുത്തുകോരുന്ന ചക്ക ഉപ്പേരിക്ക് ആവശ്യക്കാരും കൂടുതലാണ്. ചെറിയ വരുമാനം ലഭിക്കുന്നതോടെ ദിവസവും ചക്കവറവിനെത്തുന്ന കുട്ടികളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. വാർഡ് മെമ്പർ നിമിഷ രതീഷ്, ജോർജിന്റെ മകൾ ഡോക്ടർ അനഘ, ചാരിറ്റി പ്രവർത്തകൻ തോമസ് ഐക്കരാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചക്കവറവ് പരിപാടിയിൽ 4ാം ക്ലാസ് മുതൽ +2 വരെയുള്ള 20ഓളം കുട്ടികളാണ് ദിവസേന എത്തുന്നത്. നമ്പർ 1 കേരളി എന്ന പേരിലാണ് ചക്ക ഉപ്പേരിയുടെ വിൽപ്പന. ഉപ്പേരി വിറ്റ് കിട്ടുന്ന പണം സ്കൂൾ തുറക്കുന്ന സമയത്ത് പഠനോപകരണങ്ങൾ വാങ്ങാൻ ചെലവഴിക്കാനാണ് കുട്ടികളുടെ തീരുമാനം. ഞങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഒരു ചെറിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കേഷൻ കാലത്ത് എല്ലാ പിള്ളേരും ഗ്രൗണ്ടുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ലഹരികൾക്കും മയക്കുമരുന്നിന് അടിമപ്പെട്ട് അവരുടെ വെക്കേഷൻ കാലം മൊത്തം ആകെ ഇതായി പോവും. അപ്പം നമ്മുടെ സ്വന്തം അപ്പനമ്മമാരുടെ ഒപ്പം ഒരു ചെറിയൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. ചക്ക വറുത്ത്, വിഷു ആണല്ലോ, വിഷുവിനോടനുബന്ധിച്ച് ചക്ക വറുത്ത് ഓരോ വീടുകളിലേക്ക് അല്ലെങ്കിൽ കടകളിലേക്ക് എത്തിച്ച്
അങ്ങനെ ഒരു അതിനുവേണ്ടി ഒരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ക്രൈസ്തവർക്കെതിരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസ് ഒല്ലൂർ ഫൊറോന സമിതിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് മുട്ടുകുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധം ഫൊറോന പ്രൊമോട്ടർ ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഉത്തരേന്ത്യയിൽ കേന്ദ്ര സർക്കാരിന്റെ മൗനാനുമതിയോടെ വർഗീയ ശക്തികൾ ക്രിസ്ത്യാനികൾക്കെതിരെ അക്രമം അഴിച്ചുവിടുമ്പോൾ കേരളത്തിൽ സർക്കാർ വകുപ്പുകളായ ന്യൂനപക്ഷ വകുപ്പും വനം വകുപ്പുമാണ് ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതെന്ന് പ്രതിഷേധത്തിനിടെ ഫൊറോന പ്രസിഡന്റ് അലോഷ്യസ് കുറ്റിക്കാട് ആരോപിച്ചു. ഇതിന്റെ അവസാനത്തെ ഉദാഹരണങ്ങളാണ് ഡൽഹിയിൽ ഓശാന പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചതും കേരളത്തിൽ ഇടുക്കിയിലെ തൊമ്മൻകുത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കുരിശ് പൊളിച്ചു നീക്കിയതും കുരിശിനെ അപമാനിച്ചതും. തോളിൽ കൈയിട്ടുകൊണ്ട് പിറകിൽ നിന്ന് കുത്തുന്ന രാഷ്ട്രീയക്കാരുടെ വൃത്തികെട്ട സ്വഭാവം ഇനിയും ക്രൈസ്തവരുടെ അടുത്ത് വിലപ്പോകില്ലെന്നും തക്കതായ വില നൽകേണ്ടി വരുമെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഓർത്താൽ നല്ലതാണെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. സിസ്റ്റർ റൂബി, ഫൊറോന ഭാരവാഹികളായ ഫ്രാൻസിസ് തറയിൽ, ടോണി എടത്തുരുത്തിക്കാരൻ, കരോളി ജോഷുവ, ഡേവി പടിക്കല, EJ ആന്റണി, ജോസഫ് ചെറുശ്ശേരി, AJ സിജോ, ജോസ് തീത്തോയ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായി വലിയമ്മക്കാവിൽ വിഷുവേല വർണ്ണാഭമായി. നൂറുകണക്കിന് ആളുകൾ വേലാഘോഷത്തിൽ പങ്കെടുത്തു. വർണ്ണാഭമായ പരിപാടികളോടെയാണ് കോട്ടായി വലിയമ്മക്കാവിൽ വിഷുവേല കൊണ്ടാടിയത്. വൈകിട്ട് 6-ന് ദേശവേലകൾ വാവുള്ളിയാലിൽ സംഗമിച്ചു. 7 മണിയോടെ വേലകൾ ക്ഷേത്രസന്നിധിയിലെത്തി. കാള, കുതിര, നാടൻ കലാരൂപങ്ങൾ എന്നിവ എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. രാത്രി കരിമരുന്ന് പ്രയോഗവുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വിഷുദിനത്തിൽ തെരുവിൽ അലയുന്നവർക്ക് ശിവസേനയുടെ പൊതിച്ചോർ. ഒറ്റപ്പാലം ഷൊർണൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുമായിരുന്നു പൊതിച്ചോർ വിതരണം. ശിവസേന ഒറ്റപ്പാലം ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പൊതിച്ചോർ വിതരണം നടത്തിയത്. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ അനൂപിന്റെ നേതൃത്വത്തിലായിരുന്നു വിതരണം. യുവസേന ജില്ലാ പ്രസിഡന്റ് കെ ബിജോയ് പനയൂർ, RKS സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി MS സുനീഷ്, P ഷിബു, K ശ്രീജിത്തുണ്ണി, P കൃഷ്ണാനന്ദ്, K ഗിരീഷ് അമ്പലവട്ടം, ലിതിൻ AP തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം 20 നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റും വിതരണം ചെയ്തിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റൊലി. സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. ഈ സ്ഥിതി തുടർന്നാൽ ഏറെ വൈകാതെ സ്വർണത്തിൻ്റെ വില പവന് 1 ലക്ഷം രൂപയാകുമെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. നിങ്ങളെന്ത് കരുതുന്നു? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സ്വർണത്തിൻ്റെ വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ കല്യാണം നടത്തുവാനോ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷനോ ഗോൾഡ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒട്ടും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറയുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഗോൾഡിൻ്റെ വില കുറയുന്ന പ്രതീക്ഷ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ മുൻകാലങ്ങളിലെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ
ഗോൾഡിൻ്റെ വില അഥവാ കുറഞ്ഞാൽ തന്നെ ഒരു 5000-6000 രൂപ വരെ കുറയാൻ സാധ്യതയുള്ളൂ. അതിലും കുറയാൻ സാധ്യത കുറവാണ്. മുൻകാല അടിസ്ഥാനത്തിലൊക്കെ ഇതേപോലെ ഒരുപാട് വർദ്ധിച്ചിട്ട് അവസാനം കുറഞ്ഞു വന്നപ്പോൾ ഒരു 6000-7000 രൂപയോളം ഏറിക്കഴിഞ്ഞാൽ കുറയുള്ളൂ. അതിൽ പിന്നെ കുറയാൻ സാധ്യത കുറവാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങൾ, മാസങ്ങൾ അതിൻ്റെ പ്രലോഭനത്തിൻ്റെ ശക്തിയോ മറ്റെന്തോ ഇങ്ങനെ ഇരട്ടിവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വർണത്തിൻ്റെ വില അധികം താമസിയാതെ ലക്ഷത്തോടടുക്കും എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? സാമൂഹ്യ തലത്തിലുള്ള മാറ്റങ്ങൾ എന്താണ്? സമൂഹത്തിനുള്ള പുരോഗതി എന്താണ്? അത്തരത്തിലുള്ള യാതൊരു ചിന്തകളിലേക്കും വഴിവെക്കാതെ ഇനിയും കൂടും എന്ന പേരിൽ സ്വർണത്തിൻ്റെ പിന്നാലെ പോകുന്ന കുറേ മനുഷ്യർ. ആ മനുഷ്യരൊന്ന് മനസ്സിലാക്കണം, ഇത് കേവലം ലോഹം മാത്രമാണ്. നമുക്ക് ഭക്ഷണമായോ മറ്റൊരു തരത്തിലോ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു ലോഹം മാത്രമാണ് സ്വർണം എന്ന് കരുതണം. എന്നിട്ട് വേണം നമ്മൾ അതിനെ സമീപിക്കാൻ. മാറ്റൊലി. പ്രധാന വാർത്തകൾ വീണ്ടും. 51 വെട്ട് വ്യാപാരികളുടെ ശൈലിയും സംസ്കാരവുമല്ലെന്ന് KVVES സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ബാബു കോട്ടയിലിന്റെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചു. കുളപ്പുഴയിൽ കയറ്റിറക്കുമായി ബന്ധപ്പെട്ട കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ ഇടപെടണം. 22-ന് ആഹ്വാനം ചെയ്ത വ്യാപാരികളുടെ പണിമുടക്ക് പാലക്കാട് ജില്ലയിൽ പൂർണ്ണമായിരിക്കുമെന്നും സംസ്ഥാന തലത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും രാജു അപ്സര. കുളപ്പുഴയിൽ ഏകോപന സമിതി സംസ്ഥാന നേതൃയോഗം. അതിരപ്പള്ളിയിൽ വീണ്ടും മനുഷ്യജീവനെടുത്ത് കാട്ടാനക്കലി. കാട്ടാനാക്രമണത്തിൽ സ്ത്രീ ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. പ്രദേശത്ത് കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ചത് കഴിഞ്ഞ ദിവസം. വന്യജീവി ആക്രമണം തടയാൻ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് അതിരപ്പള്ളിയിൽ ബുധനാഴ്ച ജനകീയ സമിതി ഹർത്താൽ. അയ്യന്തോൾ പോസ്റ്റ് ഓഫീസിൽ കവർച്ച, 3 ലക്ഷം രൂപ കവർന്നു. വാളയാറിൽ വാഹന പരിശോധനയ്ക്കിടെ 22 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികൾ എക്സൈസിന്റെ പിടിയിൽ. വടക്കാഞ്ചേരി കുമരനെല്ലൂരിൽ മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളുമായി വീട് ആക്രമിക്കാൻ ശ്രമിച്ച 4-അംഗ സംഘം അറസ്റ്റിൽ. കോട്ടായി വലിയമ്മക്കാവിൽ വിഷുവേലയ്ക്കിടെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമം, 15 പേർക്കെതിരെ കേസെടുത്തു. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ വാഹനാപകടത്തിൽ 2 മരണം. എലപ്പുള്ളിയിൽ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. ചാലക്കുടിയിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികനായ വയോധികന് ദാരുണാന്ത്യം. വാണിയംകുളം പാതിപ്പാറയിൽ നിയന്ത്രണം വിട്ട കാർ പാതയോരത്ത് തണ്ണിമത്തൻ കട ഇടിച്ചു തകർത്തു. 2 പേർക്ക് പരിക്ക്. ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങളുടെയും അനീതിയുടെയും കാര്യത്തിൽ ഉത്തരേന്ത്യയിലെയും കേരളത്തിലെയും സ്ഥിതി വ്യത്യസ്തമല്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ്. ക്രൈസ്തവരെ ദ്രോഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ വലിയ വില നൽകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. ഒലൂരിൽ ക്രൈസ്തവ കോൺഗ്രസിന്റെ മുട്ടുകുത്തി പ്രതിഷേധം. മലമ്പുഴ സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് പദ്ധതിക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകരും കർഷകരും. ഡാമിനോട് ചേർന്ന 13 ഹെക്ടർ സ്ഥലത്ത് നടപ്പാക്കുന്ന പദ്ധതി കുടിവെള്ളം മലിനമാകാൻ കാരണമാകും. പദ്ധതി രഹസ്യമാക്കി വയ്ക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.